ഹലോ കൂട്ടുകാരെ, നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചാണ്. PSCയുടെ ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക് കൂടിയാണ്. മാത്രമല്ല നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന ഒരു ടോപ്പിക് കൂടിയാണ് ഇത്. അപ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതെ പഠിക്കൂ. ഈ ഭാഗത്തു നിന്നും മാർക്ക് സ്കോർ ചെയ്യാം. സാമ്പത്തിക ശാസ്ത്രം, സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് അഫ്നോളജി. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് അഫ്നോളജി. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ആഡം സ്മിത്ത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ആഡം സ്മിത്ത്. ആഡം സ്മിത്തിന്റെ കൃതിയാണ് വെൽത്ത് ഓഫ് നേഷൻസ്. 1776 പ്രസിദ്ധീകരിച്ച വെൽത്ത് ഓഫ് നേഷൻസ് ആണ് ആഡം സ്മിത്തിന്റെ കൃതി. ലേസസ് ഫെയർ സിദ്ധാന്തം അഥവാ വ്യക്തിവാദ സിദ്ധാന്തം, ദ തിയറി ഓഫ് മോറൽ സെന്റിമെന്റ്സ് എന്നീ സിദ്ധാന്തങ്ങളുടെ ഉപജ്ഞാതാവ് കൂടിയാണ് ആഡം സ്മിത്ത്. ലേസസ് ഫെയർ സിദ്ധാന്തം അഥവാ വ്യക്തിവാദ സിദ്ധാന്തം, ദ തിയറി ഓഫ് മോറൽ സെന്റിമെന്റ്സ് എന്നീ സിദ്ധാന്തങ്ങളുടെ ഉപജ്ഞാതാവ് കൂടിയാണ് ആഡം സ്മിത്ത്. ആഡം സ്മിത്തിന്റെ പ്രസിദ്ധമായ കൃതിയാണ് വെൽത്ത് ഓഫ് നേഷൻസ്. 1776 പ്രസിദ്ധീകരിച്ചത്. മോറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിദ്ധാന്തമാണ് ലേസസ് ഫെയർ സിദ്ധാന്തം അഥവാ വ്യക്തിവാദ സിദ്ധാന്തം. ഒരുപാട് എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ളതാണ്, നോട്ട് ചെയ്യുക. ദ തിയറി ഓഫ് മോറൽ സെന്റിമെന്റ്സ് കൂടി പഠിച്ചു വെക്കുക, ഇനി അത് ചോദിച്ചു കൂടായികയില്ല. അപ്പോൾ ലേസസ് ഫെയർ സിദ്ധാന്തം അഥവാ ദ തിയറി ഓഫ് മോറൽ സെന്റിമെന്റ്സ് എന്നീ സിദ്ധാന്തങ്ങളുടെ ഉപജ്ഞാതാവ് ആഡം സ്മിത്ത് ആണ്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് അഥവാ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ ആഡം സ്മിത്ത് ആണ്. എന്നാൽ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജി. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയുടെ പ്രസിദ്ധമായ കൃതിയാണ് പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ 1871 പ്രസിദ്ധീകരിച്ചത്. പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ സിദ്ധാന്തമാണ് ചോർച്ച സിദ്ധാന്തം അഥവാ ഡ്രെയിൻ തിയറി. രണ്ടും പഠിക്കുക. ചിലപ്പോൾ ഡ്രെയിൻ തിയറി ചോദിക്കാം, അല്ലെങ്കിൽ ചോർച്ച സിദ്ധാന്തം ചോദിക്കാം. ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ സിദ്ധാന്തമാണ് ചോർച്ച സിദ്ധാന്തം അഥവാ ഡ്രെയിൻ തിയറി. എന്താണ് ഈ ഡ്രെയിൻ തിയറി? ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ നിന്ന് വൻ തുക ബ്രിട്ടനിലേക്ക് ഒഴുകുന്നതാണ് ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണമെന്ന് ദാദാഭായ് നവറോജിയുടെ സിദ്ധാന്തമാണ് ചോർച്ച സിദ്ധാന്തം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ നിന്ന് വൻ തുക ബ്രിട്ടനിലേക്ക് ഒഴുകുന്നതാണ് ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണമെന്ന് വിശദീകരിച്ച ദാദാഭായ് നവറോജിയുടെ സിദ്ധാന്തമാണ് ചോർച്ച സിദ്ധാന്തം. പറഞ്ഞു നോക്കാം കൂട്ടുകാരെ. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് അഫ്നോളജി. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ആഡം സ്മിത്ത്. ആഡം സ്മിത്തിന്റെ കൃതിയാണ് വെൽത്ത് ഓഫ് നേഷൻസ്. പ്രസിദ്ധീകരിച്ചത് 1776 അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളാണ് എന്തൊക്കെ? ലേസസ് ഫെയർ സിദ്ധാന്തം അഥവാ വ്യക്തിവാദ സിദ്ധാന്തം. രണ്ടും പഠിക്കുക, രണ്ടും ഒന്ന് തന്നെയാണ്. ദ തിയറി ഓഫ് മോറൽ സെന്റിമെന്റ്സ് എന്നീ സിദ്ധാന്തങ്ങളുടെ ഉപജ്ഞാതാവ് ആഡം സ്മിത്ത് ആണ്. ആഡം സ്മിത്തിന്റെ പ്രസിദ്ധമായ കൃതി ചോദിച്ചാൽ വെൽത്ത് ഓഫ് നേഷൻസ്. സിദ്ധാന്തങ്ങളാണ് ലേസസ് ഫെയർ സിദ്ധാന്തം, ദ തിയറി ഓഫ് മോറൽ സെന്റിമെന്റ്സ്. അടുത്തത് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയുടെ കൃതിയാണ് പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ചോർച്ച സിദ്ധാന്തത്തിൽ എന്താ? ബ്രിട്ടീഷുകാരുടെ നമ്മുടെ രാജ്യത്ത് നിന്നും ബ്രിട്ടീഷുകാർ ചോർത്തിക്കൊണ്ടുപോകുന്നതിനെ കുറിച്ചിട്ടല്ലേ പറഞ്ഞത്. അപ്പോൾ അതിൽ ബ്രിട്ടീഷ് വരുന്നുണ്ട്. ഡ്രെയിൻ തിയറി, ബ്രിട്ടീഷ്, അങ്ങനെ കണക്ട് ചെയ്തിട്ട് ദാദാഭായ് നവറോജിനെ ഓർത്തെടുക്കാം. അപ്പോൾ ഓപ്ഷനിൽ ചിലപ്പോൾ ഒരാളുടെ ചോദിക്കുകയാണെങ്കിൽ രണ്ടാളുടെ കൃതികളും ഉണ്ടാവും, രണ്ടാളുടെ സിദ്ധാന്തങ്ങളും ഉണ്ടാവും. നമ്മൾ അത് രണ്ടും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മളത് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര പിതാവാണ് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയുടെ കൃതിയാണ് പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. 1871 പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിന്റെ സിദ്ധാന്തമാണ് ചോർച്ച സിദ്ധാന്തം അഥവാ ഡ്രെയിൻ തിയറി.
ഡ്രെയിൻ തിയറി എന്താണ് ചോർച്ചാ സിദ്ധാന്തം? ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ നിന്ന് വൻ തുക ബ്രിട്ടനിലേക്ക് ഒഴുകുന്നതാണ് ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണമെന്ന് വിശദീകരിച്ച ദാദാഭായ് നവറോജിയുടെ സിദ്ധാന്തമാണ് ചോർച്ചാ സിദ്ധാന്തം. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് PC മെഹലനോബിസ് ആണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് PC മെഹലനോബിസ് ആണ്. എന്നാൽ ഇന്ത്യയിൽ ശാസ്ത്രീയമായി ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത് VKRV റാവു ആണ്. ഇന്ത്യയിൽ ശാസ്ത്രീയമായി ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത് 1931 VKRV റാവു. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് PC മെഹലനോബിസ് ആണ്. എന്നാൽ ശാസ്ത്രീയമായി ചോദിക്കുമ്പോൾ ഇന്ത്യയിൽ ശാസ്ത്രീയമായി ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയ വ്യക്തി 1931 VKRV റാവു ആണ്. പറഞ്ഞു നോക്കൂ, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് PC മെഹലനോബിസ്. ഇന്ത്യയിൽ ശാസ്ത്രീയമായി ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയ വ്യക്തി 1931 VKRV റാവു. ഇനി അടുത്തത് എക്കണോമിക്സിന്റെ 3 മേഖലകൾ അഥവാ സമ്പദ്ഘടനയുടെ 3 അടിസ്ഥാന ഘടകങ്ങളാണ് പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നിവ. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേഴ്ഷ്യറി സെക്ടർ. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. പ്രാഥമിക മേഖലയുടെ അടിത്തറയാണ് കൃഷി. അപ്പോൾ ഇതിനെ നമ്മൾ ചുരുക്കി പറയുമ്പോൾ പ്രാഥമിക മേഖല കാർഷിക മേഖല, ദ്വിതീയ മേഖല എന്താണ്? വ്യാവസായിക മേഖല, തൃതീയ മേഖല എന്താണ്? സേവന മേഖല. അപ്പോൾ പറഞ്ഞു നോക്കാം, പ്രാഥമിക മേഖലയുടെ അടിത്തറ എന്താണ്? കൃഷിയാണ്. പ്രാഥമിക മേഖലയുടെ അടിത്തറ കൃഷിയാണ്. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. പ്രകൃതിയിലെ വിഭവങ്ങൾ, അപ്പോൾ കൃഷി പ്രകൃതിയിൽ ഉണ്ടാവുന്നതല്ലേ. കന്നുകാലി സമ്പത്ത്, മത്സ്യബന്ധനം, വനപരിപാലനം എന്നിവയെല്ലാം പ്രാഥമിക മേഖലയിൽ പെടുന്നതാണ്. ദ്വിതീയ മേഖലയുടെ അടിത്തറ വ്യവസായമാണ്. പ്രാഥമിക മേഖല എന്താണ്? കൃഷി. ദ്വിതീയ മേഖല വ്യവസായം. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത് ദ്വിതീയ മേഖല. വ്യവസായം. വൈദ്യുതി പ്രാഥമിക മേഖലയിൽ നിന്നുണ്ടാക്കുന്നതാണല്ലോ. ഗ്യാസ്, ജലവിതരണം, കെട്ടിട നിർമ്മാണം എന്നിവയെല്ലാം ദ്വിതീയ മേഖലയിൽ പെടുന്നവയാണ്. അടുത്തത് തൃതീയ മേഖല. LGS LDCക്കൊക്കെ ഇത് ഈ കുറച്ച് ജോബ് തന്നിട്ട് ചോദിക്കും ഇത് ഏത് മേഖലയിലാണ് പെടുന്നത് എന്ന്. അപ്പോൾ അത് നമുക്ക് പറയാൻ, അതിൽ ആൻസർ കണ്ടുപിടിക്കാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. പ്രാഥമിക മേഖലയുടെ അടിത്തറ കൃഷി, ദ്വിതീയ മേഖലയുടെ അടിത്തറ വ്യവസായം, തൃതീയ മേഖലയുടെ അടിത്തറ എന്താണ്? തൃതീയ മേഖലയുടെ വേറൊരു പേരാണ് സേവന മേഖല. തൃതീയ മേഖല ഓർ സേവന മേഖല. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖലയാണ് തൃതീയ മേഖല. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖലയാണ് തൃതീയ മേഖല. പ്രാഥമിക, ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതുമായ മേഖലയാണ് തൃതീയ മേഖല. ബാങ്കിംഗ്, വാണിജ്യം, ഗതാഗതം, വിദ്യാഭ്യാസം, IT എന്നിവയെല്ലാം എന്താണ്? തൃതീയ മേഖലയ്ക്ക് ഉദാഹരണമാണ്. അപ്പോൾ പ്രാഥമിക മേഖല കാർഷിക മേഖല, ദ്വിതീയ മേഖല വ്യവസായിക മേഖല, തൃതീയ മേഖല എന്താണ്? സേവന മേഖല. ഇത് ഈ സമ്പദ്ഘടനയുടെ 3 അടിസ്ഥാന ഘടകങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത് അല്ലേ. ഇനി സമ്പദ്ഘടനയുടെ 3 സമ്പദ് വ്യവസ്ഥകളുണ്ട്. സമ്പദ് വ്യവസ്ഥകൾ എന്താണെന്ന് നോക്കാം. മുതലാളിത്ത വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. അപ്പം 3 സമ്പദ് വ്യവസ്ഥകളുണ്ട്. അവയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ? ഉൽപാദന വിതരണ മേഖലകളിൽ സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മുൻതൂക്കം നൽകുന്ന സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉദാഹരണം USA, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളാണ്. ഉൽപാദന വിതരണ മേഖലകളിൽ സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മുൻതൂക്കം നൽകുന്ന സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. സ്വകാര്യ മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന സമ്പദ് വ്യവസ്ഥ. ഉദാഹരണം ഏതൊക്കെയാണ്? USA, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നിവ.
അടുത്തത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. പൊതുമേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. പൊതുമേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉദാഹരണം മുൻ സോവിയറ്റ് യൂണിയൻ. മുൻ സോവിയറ്റ് യൂണിയനാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉദാഹരണം. അടുത്തത് മിശ്ര സമ്പദ് വ്യവസ്ഥ. മുതലാളിത്തത്തിന്റെയും സോഷ്യലിസത്തിന്റെയും പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. മുതലാളിത്തത്തിന്റെയും സോഷ്യലിസത്തിന്റെയും പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അറിയപ്പെടുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അറിയപ്പെടുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നാണ്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ USA, ബ്രിട്ടൻ, ഫ്രാൻസ്. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ മുൻ സോവിയറ്റ് യൂണിയൻ. മിശ്ര സമ്പദ് വ്യവസ്ഥ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. ക്ലിയർ അല്ലേ? അടുത്തതാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അഥവാ HDI. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അഥവാ HDI. മാനവ വികസന സൂചിക. മനുഷ്യ മാനവ വികസിത സൂചികയാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിന്റെ 3 പ്രധാന ഘടകങ്ങളാണ് പ്രതിശീർഷ വരുമാനം, സാക്ഷരതയും മൊത്ത സ്കൂൾ പ്രവേശന നിരക്കും ആയുർദൈർഘ്യം എന്നിവയാണ് മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിന് ആവശ്യമായ 3 ഘടകങ്ങൾ. പ്രതിശീർഷ വരുമാനം, സാക്ഷരതയും മൊത്ത സ്കൂൾ പ്രവേശന നിരക്കും ആയുർദൈർഘ്യം എന്നിവയാണ് 3 ഘടകങ്ങൾ. മാനവ വികസന സൂചിക തയ്യാറാക്കുന്നത് ഐക്യരാഷ്ട്ര വികസന പദ്ധതിയാണ്. UNDP, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. മാനവ വികസന സൂചിക തയ്യാറാക്കുന്നത് ഐക്യരാഷ്ട്ര വികസന പദ്ധതിയാണ് അഥവാ UNDP, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഒരു രാജ്യത്തിന്റെ സമഗ്ര വികസനം സൂചിപ്പിക്കുന്ന സൂചകമാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. നോട്ട് ചെയ്യുക. ഒരു രാജ്യത്തിന്റെ സമഗ്ര വികസനം സൂചിപ്പിക്കുന്ന സൂചകമാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് തയ്യാറാക്കുന്നത് ആരാണ്? ഐക്യരാഷ്ട്ര വികസന പദ്ധതി അഥവാ UNDP, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. UNDP മാനവ വികസന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം 1990-ലാണ്. UNDP മാനവ വികസന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം 1990-ലാണ്. മാനവ വികസന സൂചിക രൂപപ്പെടുത്തിയത് പാകിസ്ഥാനിലെ മെഹബൂബുൽ ഹക്കും ഇന്ത്യയിലെ അമർത്യ സെന്നും കൂടിയിട്ടാണ്. അപ്പം മാനവ വികസന സൂചിക രൂപപ്പെടുത്തിയത് മെഹബൂബുൽ ഹക്ക്, അമർത്യ സെൻ ആൻഡ് മെഹബൂബുൽ ഹക്ക്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അഥവാ മാനവ വികസന സൂചിക ആദ്യമായി കണക്കാക്കിയ രാജ്യമാണ് പാകിസ്ഥാൻ. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആദ്യമായി കണക്കാക്കിയ രാജ്യമാണ് പാകിസ്ഥാൻ. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആദ്യമായി കണക്കാക്കിയ വ്യക്തിയാണ് മെഹബൂബുൽ ഹക്ക്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആദ്യമായി കണക്കാക്കിയ വ്യക്തിയാണ് മെഹബൂബുൽ ഹക്ക്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആദ്യമായി കണക്കാക്കിയ ഇന്ത്യക്കാരനാണ് അമർത്യ സെൻ. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആദ്യമായി കണക്കാക്കിയ ഇന്ത്യക്കാരനാണ് അമർത്യ സെൻ. അമർത്യ സെനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് പോയിന്റ് കൂടിയുണ്ട്, അത് നോട്ട് ചെയ്യുക. 1998 ഏഷ്യക്കാരനായ ഇന്ത്യക്കാരനായ അമർത്യ സെന്നിന് പോവേർട്ടി ആൻഡ് ഫാമിൻ, ദാരിദ്ര്യവും ക്ഷാമവും എന്ന കൃതിയിൽ ബംഗാളിൻ്റെ ക്ഷാമം പ്രതിനിധീകരിച്ച് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അമർത്യ സെന്നിന് 1998 ഇന്ത്യക്കാരനായ അമർത്യ സെന്നിന് 1998 ഏതിനാണ്? പോവേർട്ടി ആൻഡ് ഫാമിൻ, ദാരിദ്ര്യവും ക്ഷാമവും എന്ന കൃതിയിൽ ബംഗാളിന്റെ ക്ഷാമം പ്രതിനിധീകരിച്ച് നോബൽ പ്രൈസ് ലഭിച്ചു. അപ്പോൾ ദാരിദ്ര്യവും ക്ഷാമവും, പോവേർട്ടി ആൻഡ് ഫാമിൻ എന്ന കൃതിയിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? ബംഗാളിന്റെ ക്ഷാമമാണ്. അപ്പോൾ ഈ കൃതിക്ക് അമർത്യ സെന്നിന് 1998 നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ പഠിച്ചത് എന്താണ്? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അഥവാ മാനവ വികസന സൂചിക. മാനവ വികസന സൂചിക തയ്യാറാക്കുന്നത് ആരാണ്?
ഐക്യരാഷ്ട്ര വികസന പദ്ധതി അഥവാ UNDP, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഒരു രാജ്യത്തിന്റെ സമഗ്ര വികസനം സൂചിപ്പിക്കുന്ന സൂചകമാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അഥവാ മാനവ വികസന സൂചിക. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അഥവാ മാനവ വികസന സൂചിക ആദ്യമായി കണക്കാക്കിയ രാജ്യം പാകിസ്ഥാനാണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അഥവാ മാനവ വികസന സൂചിക ആദ്യമായി കണക്കാക്കിയ വ്യക്തി മെഹബൂബുൽ ഹക്കാണ്. ആദ്യമായി കണക്കാക്കിയ വ്യക്തി ചോദിച്ചാൽ മെഹബൂബുൽ ഹക്ക്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അഥവാ മാനവ വികസന സൂചിക ആദ്യമായി കണക്കാക്കിയ ഇന്ത്യക്കാരനാരാണ്? അമർത്യാസെനാണ് ഇന്ത്യക്കാരൻ. മാനവ വികസന സൂചിക രൂപപ്പെടുത്തിയത് മെഹബൂബുൽ ഹക്കും അമർത്യാസെനും ചേർന്നിട്ടാണ്. നോട്ട് ചെയ്യുക. പിന്നെ നോട്ട് ചെയ്യേണ്ട കാര്യം 1998 ഇന്ത്യക്കാരനായ അമർത്യാസെന്നിന് ഏത് കൃതിക്കാണ് നോബൽ പ്രൈസ് ലഭിച്ചത്? പോവേർട്ടി ആൻഡ് ഫാമിൻ, ദാരിദ്ര്യവും ക്ഷാമവും എന്ന കൃതി എന്തിനെ പ്രതിപാദിച്ചിരിക്കുന്നു? ബംഗാളിന്റെ ക്ഷാമം പ്രതിനിധീകരിച്ച് നോബൽ പ്രൈസ് ലഭിച്ചു. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് HDI എന്താണ്? മനുഷ്യ മാനവ വികസിത സൂചികയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനമാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനമാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനമാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ CSO. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ നിലവിൽ അറിയപ്പെടുന്ന പേര് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നാണ്. CSO മാറ്റം വരുന്നില്ല. ഓർഗനൈസേഷൻ്റെ അവിടെ എന്താണ്? ഓഫീസ് എന്നാണ്. അപ്പോൾ നിലവിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അറിയപ്പെടുന്നത് എന്താണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നാണ്. നോട്ട് ചെയ്യാം. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് പ്രൊഫസർ PC മെഹലനോബിസ് ആണ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് പ്രൊഫസർ PC മെഹലനോബിസ് ആണ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത്, നോട്ട് ചെയ്യുക, ഇന്ത്യയിൽ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഇന്ത്യയിൽ ജനുവരി ടു ഡിസംബർ അല്ല. നോട്ട് ചെയ്യുക, ഇന്ത്യയിൽ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇന്ത്യയിൽ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി സാമ്പത്തിക വർഷം ഏപ്രിൽ മാർച്ച് എന്നിവയിൽ നിന്നും മാറ്റി ജനുവരി ടു ഡിസംബറിലേക്ക് മാറ്റിയ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അപ്പോൾ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇന്ത്യയിൽ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായ ഒരു സംസ്ഥാനം എന്തു ചെയ്തിട്ടുണ്ട്? ജനുവരി ടു ഡിസംബറിലാക്കിയിട്ടുണ്ട്. സാമ്പത്തിക വർഷം ജനുവരി ടു ഡിസംബറിലേക്ക് മാറ്റിയ സംസ്ഥാനം മധ്യപ്രദേശാണ്. നോട്ട് ചെയ്യുക. പറഞ്ഞു നോക്കാം. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ CSO നിലവിൽ അറിയപ്പെടുന്നത് എന്താണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് പ്രൊഫസർ PC മെഹലനോബിസ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. എന്നാൽ ഈ സാമ്പത്തിക വർഷത്തെ മാറ്റി ജനുവരി ടു ഡിസംബറിലേക്ക് സാമ്പത്തിക വർഷം മാറ്റിയ ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ് ആണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വിശ്വേശ്വരയ്യ. ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവും ആര് തന്നെയാണ്? വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്, ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ് വിശ്വേശ്വരയ്യ.
എഞ്ചിനീയേഴ്സ് ദിനം വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ്. എഞ്ചിനീയേഴ്സ് ദിനമായി നാം ആചരിക്കുന്നത് സെപ്റ്റംബർ 15-നാണ്. വിശ്വേശ്വരയ്യയുടെ ജന്മദിനമായ സെപ്റ്റംബർ 15-നാണ് എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ അഥവാ പ്ലാൻഡ് ഇക്കോണമി ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥം രചിച്ചത് വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ അഥവാ പ്ലാൻഡ് ഇക്കോണമി ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥം രചിച്ചത് വിശ്വേശ്വരയ്യയാണ്. അപ്പോൾ പറഞ്ഞു നോക്കാം. വിശ്വേശ്വരയ്യ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്, ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ് വിശ്വേശ്വരയ്യ. എഞ്ചിനീയേഴ്സ് ദിനം എന്നാണ് വിശ്വേശ്വരയ്യയുടെ ജന്മദിനമായ സെപ്റ്റംബർ 15-നാണ് എഞ്ചിനീയേഴ്സ് ദിനമായി നാം ആചരിക്കുന്നത്. വിശ്വേശ്വരയ്യയുടെ പ്രസിദ്ധ ഗ്രന്ഥം ഏതാണ്? ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ അഥവാ പ്ലാൻഡ് ഇക്കോണമി ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥം രചിച്ചത് വിശ്വേശ്വരയ്യയാണ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ആസൂത്രണ കമ്മീഷനെ കുറിച്ചാണ്. ആസൂത്രണ കമ്മീഷൻ ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്ന് വിശേഷിപ്പിക്കുന്നത് ആസൂത്രണ കമ്മീഷനെയാണ്. ആസൂത്രണ കമ്മീഷൻ അഥവാ പ്ലാനിംഗ് കമ്മീഷൻ ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്ന് വിശേഷിപ്പിക്കുന്നത് ആസൂത്രണ കമ്മീഷനെയാണ്. ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്ന് വിശേഷിപ്പിക്കുന്നത് ആസൂത്രണ കമ്മീഷൻ അഥവാ പ്ലാനിംഗ് കമ്മീഷനെയാണ്. ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. ആസൂത്രണ കമ്മീഷൻ എന്താണ്? ഒരു ഉപദേശക സമിതിയാണ്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. 1950 മാർച്ച് 15-നാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷനാണ് പ്രധാനമന്ത്രി. ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. പറഞ്ഞു നോക്കൂ. ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്ന് വിശേഷിപ്പിക്കുന്നത് ആസൂത്രണ കമ്മീഷനെയാണ്. ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷനാണ് പ്രധാനമന്ത്രി. അടുത്ത നോക്കാം. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ അധ്യക്ഷനാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി. ഇനി ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷനാണ് ഗുൽസാരിലാൽ നന്ദ. ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷനാണ് മോണ്ടേങ് സിംഗ് അലുവേലിയ. ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷനാണ് മോണ്ടേങ് സിംഗ് അലുവേലിയ. പറഞ്ഞു നോക്കാം. ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് പറയാം. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദി. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷനാണ് മോണ്ടേങ് സിംഗ് അലുവാലിയ. അടുത്തത് നമുക്ക് നോക്കാം. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് സ്ഥാപിതമായത്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണെന്ന് നമ്മൾ പഠിച്ചു. കേരളത്തിലും ഇതേപോലെ നിലവിൽ വന്നു. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് സ്ഥാപിതമായത് 1967-ലാണ്. 1967. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രി. ഇവിടെ ആരാണ്? പ്രധാനമന്ത്രി ആവുമ്പോൾ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ആദ്യ അധ്യക്ഷനാണ് EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാട് നിലവിലുള്ളപ്പോഴാണ് കേരള സംസ്ഥാനത്തെ ആസൂത്രണ ബോർഡ് സ്ഥാപിതമായത്. അതുകൊണ്ട് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ആദ്യ അധ്യക്ഷനാണ് EMS നമ്പൂതിരിപ്പാട്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ നിലവിലെ അധ്യക്ഷനാരാ? നമുക്കറിയാം, കൺഫ്യൂഷൻ ഇല്ലാതെ, പിണറായി വിജയൻ. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ആദ്യ ഉപാധ്യക്ഷനാണ് MK ഹമീദ്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാണ് MK ഹമീദ്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ നിലവിലെ ഉപാധ്യക്ഷനാണ് ഡോക്ടർ VK രാമചന്ദ്രൻ. നോട്ട് ചെയ്യാം. കേരള സംസ്ഥാനത്തിൽ ആസൂത്രണ ബോർഡിന്റെ നിലവിലെ ഉപാധ്യക്ഷനാണ് ഡോക്ടർ VK രാമചന്ദ്രൻ.
അപ്പൊ പറഞ്ഞു നോക്കാം. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് സ്ഥാപിതമായത് 1967 സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രി. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ആദ്യ അധ്യക്ഷൻ EMS നമ്പൂതിരിപ്പാട്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ നിലവിലെ അധ്യക്ഷൻ പിണറായി വിജയൻ. ഇനി ഉപാധ്യക്ഷനെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ആദ്യ ഉപാധ്യക്ഷൻ MK ഹമീദ്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ നിലവിലെ ഉപാധ്യക്ഷൻ ഡോക്ടർ VK രാമചന്ദ്രൻ. അപ്പൊ പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു പ്ലാൻ ആയിട്ടുണ്ടാവില്ലേ. ഈ ആസൂത്രണ കമ്മീഷനാണ് ചെയ്യുന്നത്? പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നത് ആരാണ്? ആസൂത്രണ കമ്മീഷനാണ്. അപ്പം ആസൂത്രണ കമ്മീഷൻ നമ്മളിപ്പോൾ പഠിച്ചു. ആദ്യത്തെ അധ്യക്ഷൻ, അവസാനത്തെ അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു. പക്ഷെ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗ്. ഈ ആസൂത്രണ കമ്മീഷൻ തന്നെ പരിഷ്കരിച്ചിട്ട് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ആസൂത്രണ കമ്മീഷന് പകരം ഇപ്പോൾ നിലവിലുള്ള കമ്മീഷനാണ് എന്ത്? നീതി ആയോഗ്. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം, ഈ ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗ്. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 നീതി ആയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. അപ്പോൾ ആസൂത്രണ കമ്മീഷന്റെ പകരം നിലവിൽ വന്നതാണ് എന്ത്? നീതി ആയോഗ്. 2015 ജനുവരി 1 നിലവിൽ വന്നത്. പ്ലാനിംഗ് കമ്മീഷന്റെ അതേപോലെ തന്നെ ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് അല്ലെ. നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ അധ്യക്ഷൻ ആരായിരുന്നു? നരേന്ദ്രമോദി ആയിരുന്നു. അപ്പോൾ നീതി ആയോഗിന്റെ ആദ്യത്തെ അധ്യക്ഷനും നിലവിലെ ഇപ്പോഴത്തെ അധ്യക്ഷനുമാരാണ്? നരേന്ദ്രമോദിയാണ്. നോട്ട് ചെയ്യാം. നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. അപ്പോൾ നീതി ആയോഗ് പുതിയതായിട്ട് തുടങ്ങിയതാണ്. നീതി ആയോഗിന്റെ ആദ്യത്തേതും നിലവിലത്തെ അധ്യക്ഷനാണ് നരേന്ദ്രമോദി. നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാണ് അരവിന്ദ് പനഗരിയ. നീതി ആയോഗിന്റെ നിലവിലെ ഉപാധ്യക്ഷൻ ഡോക്ടർ രാജീവ് കുമാർ. അരവിന്ദ് പനഗരിയ മാറി. ആദ്യത്തെ ഉപാധ്യക്ഷൻ ചോദിച്ചാൽ അരവിന്ദ് പനഗരിയ. നീതി ആയോഗിന്റെ നിലവിലെ ഉപാധ്യക്ഷനാണ് ഡോക്ടർ രാജീവ് കുമാർ. ഡോക്ടർ രാജീവ് കുമാറാണ് നിലവിലെ ഉപാധ്യക്ഷൻ. നീതി ആയോഗിന്റെ ആദ്യ CEO ആണ് സിന്ധുശ്രീ ഗുള്ളർ. നീതി ആയോഗിന്റെ ആദ്യ CEO ആണ് സിന്ധുശ്രീ ഗുള്ളർ. നീതി ആയോഗിന്റെ നിലവിലെ CEO അമിതാഭ് കാന്ത്. നീതി ആയോഗിലെ നിലവിലെ CEO അമിതാഭ് കാന്ത്. നമുക്ക് പറഞ്ഞു നോക്കാം. ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്നത്, ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗ്. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതാണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം. നീതി ആയോഗിന്റെ അധ്യക്ഷനാണ് പ്രധാനമന്ത്രി. നീതി ആയോഗിന്റെ ആദ്യത്തെ അധ്യക്ഷനും നിലവിലെ അധ്യക്ഷനും നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാണ് അരവിന്ദ് പനഗരിയ. നീതി ആയോഗിന്റെ നിലവിലെ ഉപാധ്യക്ഷനാണ് ഡോക്ടർ രാജീവ് കുമാർ. നീതി ആയോഗിന്റെ ആദ്യ CEO സിന്ധുശ്രീ ഗുള്ളർ. നീതി ആയോഗിന്റെ നിലവിലെ CEO അമിതാഭ് കാന്ത്. നീതി ആയോഗിന്റെ ആദ്യ CEO സിന്ധുശ്രീ ഗുള്ളർ. നീതി ആയോഗിന്റെ നിലവിലെ CEO അമിതാഭ് കാന്ത്. പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കിയിരുന്നത് ആരാണ്? ആസൂത്രണ കമ്മീഷനാണ്. നോട്ട് ചെയ്യുക. നീതി ആയോഗ് ഇനിയിപ്പോൾ നീതി ആയോഗാണ് ഇനിയുള്ള പഞ്ചവത്സര പദ്ധതികളുടെയൊക്കെ രൂപരേഖ തയ്യാറാക്കുന്നത്. എന്നാൽ പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കിയിരുന്നത് ആസൂത്രണ കമ്മീഷനാണ്. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നോട്ട് ചെയ്ത് പഠിക്കുക. താങ്ക് യു.